കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 37 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 37 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബെസലേൽ പെട്ടകം ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന്റെ 4 കാലിനും ഇപ്പുറത്ത് 2 വളയം, അപ്പുറത്ത് 2 വളയം, ഇങ്ങനെ 4 പൊൻവളയം വാർപ്പിച്ചു. അവൻ ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി. അവൻ തങ്കം കൊണ്ട് കൃപാസനമുണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയുമുണ്ടായിരുന്നു. അവൻ പൊന്നുകൊണ്ടു 2 കെരൂബുകളെ ഉണ്ടാക്കി. കൃപാസനത്തിന് 2 അറ്റത്തും അവയെ അടിപ്പു പണിയായി ഉണ്ടാക്കി. ഒരു കെരൂബ് ഓരോ അറ്റത്തും, മറ്റേ കെരൂബ് മറ്റേ അറ്റത്തും, ഇങ്ങനെ കെരൂബുകളെ കൃപാസനത്തിന് 2 അറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെയായിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി. ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന് 4 പൊൻവളയം വാർത്തു 4 കാലിന്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു. മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു. മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി. അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി. വിളക്ക് അടുപ്പുപണിയായി ഉണ്ടാക്കി. അതിന്റെ ചുവടും തണ്ടും പുഷ്പപടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. നിലവിളക്കിന്റെ ഒരു വശത്ത് നിന്ന് 3 ശാഖ, അതിന്റെ മറ്റേ വശത്ത് നിന്ന് 3 ശാഖ, ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും, മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും. ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ 6 വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ 4 പുഷ്പപടം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, അതിൽ നിന്നുള്ള മറ്റേ 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, അതിൽ നിന്നുള്ള ശേഷം 2 ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും, ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ 6 കീഴെ ഉണ്ടായിരുന്നു. മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെയായിരുന്നു. അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടുപ്പ് പണിയായിരുന്നു. അവൻ അതിന്റെ 7 ദീപവും അതിന്റെ ചവണകളും കരിന്തിരിപ്പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി. 1 താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അവൻ ഖദിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും, ഇങ്ങനെ സമചതുരമായിരുന്നു. അതിന് ഉയരം 2 മുഴമായിരുന്നു. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അവൻ അതും അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിനു താഴെ, വക്കിന് കീഴെ 2 പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കലും ഓരോ പൊൻവളയമുണ്ടാക്കി. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി. പുറപ്പാട് പുസ്തകം 38 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 38 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഖദിരമരം കൊണ്ട് ഹോമയാഗപീഠം ഉണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും, ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരവുമുള്ളതായിരുന്നു. അതിന് 4 കോണിലും 4 കൊമ്പുണ്ടാക്കി. കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു.
താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു. ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം, ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കി. അവൻ യാഗപീഠത്തിന് വലിപ്പണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി. അത് താഴെ അതിന്റെ ചുറ്റുപടിക്ക് കീഴെ അതിന്റെ പാതിയോളം എത്തി. താമ്രജാലത്തിന്റെ 4 അറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ 4 വളയം വാർത്തു. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി. താമ്രം കൊണ്ട് പൊതിഞ്ഞു. യാഗപീഠം ചുമക്കേണ്ടതിന് അതിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി. യാഗപീഠം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് സേവ ചെയ്തു പോന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിന്റെ താമ്രക്കാലുമുണ്ടാക്കി. അവൻ പ്രാകാരവും ഉണ്ടാക്കി. തെക്കുവശത്ത് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മറശ്ശീല ഉണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി ആയിരുന്നു. വടക്കുവശത്ത് 100 മുഴം മറശ്ശീലയും അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവട് ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്തു 50 മുഴം മറശ്ശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്കുവശത്ത് മറശ്ശീല 50 മുഴമായിരുന്നു. വാതിലിന്റെ ഒരു വശത്തെ മറശ്ശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടുമുണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാരവാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം മറശ്ശീലയും അതിന് 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. ചുറ്റും പ്രാകാരത്തിന്റെ മറശ്ശീല ഒക്കെയും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടായിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന് തൂണുകളൊക്കെയും വെള്ളികൊണ്ടും മേൽ ചുറ്റുപടിയുള്ളവയും ആയിരുന്നു. എന്നാൽ പ്രാകാരവാതിലിന്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായിരുന്നു. അതിന്റെ നീളം 20 മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവും ആയിരുന്നു. അതിന്റെ തൂണ് 4 അവയുടെ ചൂട് 4 താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റികൾ ഒക്കെയും താമ്രമായിരുന്നു. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ, യഹൂദാഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ കുത്തുപണിക്കാരനും കൌശലപ്പണിക്കാരനും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്നു ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ 29 താലന്തും 730 ശേക്കേലും ആയിരുന്നു. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശേക്കേലുമായിരുന്നു. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 6,3550 പേരിൽ ഓരോരുത്തരും ഓരോ ബേക്ക വീതമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കലാകുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മരശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം 100 ചുവടിന് 100 താലന്ത് വെള്ളി ചെലവായി. ശേഷിപ്പുള്ള 1775 ശേക്കേൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു. വഴിപാട് വന്ന താമ്രം 70 താലന്തും 2400 ശേക്കേലും ആയിരുന്നു. അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമ്രയാഗപീഠവും അതിന്റെ താമ്രജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി. യോഹന്നാൻ എഴുതിയ സുവിശേഷം
9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെയെന്ന് ചിലരും, അല്ല, അവനെപ്പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്നു അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിനു അവൻ, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി, ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എവിടെ എന്നു അവർ അവനോട് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല എന്നു അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവൻ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്നു അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെ എന്നു അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെ എന്നും അറിയുന്നില്ല. അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പാൻ അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാവി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ പാവിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനു അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു. നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്നു എന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്നു എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ
നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനു അവൻ, യജമാനനെ, ഇവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നുകൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായികൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്കു വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തുകളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും, അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്നു അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കൈയിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കൈയിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു.
യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങളെന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നതുകൊണ്ടുമാത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിനു നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചു അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി. അവനോ അവരുടെ കൈയിൽ നിന്നു ഒഴിഞ്ഞുപോയി. അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്നു അവിടെ പാർത്തു. പലരും അവന്റെ അടുക്കൽ വന്നു, യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്നും അവർ ഗ്രഹിച്ചില്ല. 44 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 44 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ. ദൈവമേ, നീ എന്റെ രാജാവാകുന്നു. യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ. നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും. ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എന്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. നീ എത്ര ഞങ്ങളെ വൈരികളുടെ കൈയിൽ നിന്ന് രക്ഷിച്ചത്. ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. നിന്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ മുമ്പിൽ നീ ഞങ്ങളെ പുറംകാട്ടുമാറാക്കുന്നു. ഞങ്ങളെ പകയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു. ഭക്ഷണത്തിനുള്ള ആടുകളെപ്പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചുകൊടുത്തു. ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു. നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു. അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല. നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവുമാക്കുന്നു. നീ ജാതികളുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ചൊല്ലിനും വംശങ്ങളുടെ നടുവിൽ തലകുലുക്കത്തിനും വിഷയമാക്കുന്നു. നിന്ദിച്ചു ദുഷിക്കുന്നവന്റെ വാക്ക് ഹേതുവായും ശത്രുവിന്റെയും പ്രതികാരന്റെയും നിമിത്തമായും എന്റെ അപമാനം ഇടപെടാതെ എന്റെ മുമ്പിലിരിക്കുന്നു. എന്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു. ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല. നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. നീ ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്തുവെച്ച് തകർത്തുകളവാനും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു. കർത്താവേ, ഉണരണമേ. നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കണമേ. ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നുകളയുന്നതും എന്ത്? ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വയറ് ഭൂമിയോടെ പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ.
എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. നിന്നല്ലാകെ നീക്കി നിന്നെ സ്വന്തമായണച്ചതാൽ. നിന്നല്ലാകെ നീക്കി നിന്നെ സ്വന്തമായണച്ചതാൽ. ആനന്ദഗീതമേകിടാം, നന്ദിയായി വണങ്ങിടാം അവൻ പാദം. ആനന്ദഗീതമേകിടാം, നന്ദിയായി വണങ്ങിടാം അവൻ പാദം. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. പാപാർണവത്തിലാദിയോടലഞ്ഞുഴന്ന പാപിയേ. പാപാർണവത്തിലാദിയോടലഞ്ഞുഴന്ന പാപിയേ. കോപാഗ്നിയിൽ പതിക്കുവാനടുക്കലായ ദോഷിയേ. കോപാഗ്നിയിൽ പതിക്കുവാനടുക്കലായ ദോഷിയേ. തിരഞ്ഞണഞ്ഞ നാഥനേ, മനം തെളിഞ്ഞു മോദമായി സ്തുതിച്ചിടാം. തിരഞ്ഞണഞ്ഞ നാഥനേ, മനം തെളിഞ്ഞു മോദമായി സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ശുദ്ധാത്മദാനമേകി സ്വർഗഭാഗ്യമീഹത്തിലും. ശുദ്ധാത്മദാനമേകി സ്വർഗഭാഗ്യമീഹത്തിലും. ചിത്തേ നിറഞ്ഞ നീതിയും സമാനമറ്റ ശാന്തിയും. ചിത്തേ നിറഞ്ഞ നീതിയും സമാനമറ്റ ശാന്തിയും. സമ്മോദവും പകർന്നു താൻ, പ്രത്യാശയും വളർത്തി താൻ സ്തുതിച്ചിടാം. സമ്മോദവും പകർന്നു താൻ, പ്രത്യാശയും വളർത്തി താൻ സ്തുതിച്ചിടാം. എന്ന